8085 branch instructions. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്? ജമ്പ്, കോള്, റിട്ടേൺ, അങ്ങനെയുള്ളതൊക്കെയാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അതിൽ ജമ്പ് തന്നെ അൺകണ്ടീഷണൽ ജമ്പും വരും, കണ്ടീഷണൽ ജമ്പും വരും. ഫസ്റ്റ് വൺ നമുക്ക് ജമ്പ് അൺകണ്ടീഷണലി നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് JMP 16-bit അഡ്രസ്സ് എന്നാണ്. അത് നോർമലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം സീക്വൻസിൽ നിന്ന് മറ്റൊരു മെമ്മറി ലൊക്കേഷനിലേക്ക്, അതായത് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ള 16-bit അഡ്രസ്സ് എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം സീക്വൻസ് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീക്വൻസിൽ നിന്ന് ഒരു ചെറിയ വേരിയേഷനായിട്ട് വേറെ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം സീക്വൻസ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ജമ്പ് അൺകണ്ടീഷണലി, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ. അതാണ് ജമ്പ് അൺകണ്ടീഷണലി. എക്സാമ്പിൾ JMP 2034H. ഇനി അതുപോലെ തന്നെ ജമ്പ് കണ്ടീഷണലിയും ഉണ്ട്. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യുക, അങ്ങനെയുള്ള ജമ്പും ഉണ്ട്. അതിന് JZ, JC എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് JZ ആണ്. ഇത് ജമ്പ് ഈഫ് 0 ആണെന്നുണ്ടെങ്കിൽ, 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 0 ഫ്ലാഗിൽ 1 ആണ് വാല്യൂ എങ്കിൽ എന്ത് ചെയ്യുക? ജമ്പ് ചെയ്യുക. ഇൻസ്ട്രക്ഷനെ പറഞ്ഞിട്ടുള്ള 16-bit അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക? ജമ്പ് ചെയ്യുക. അതാണ് ജമ്പ് അൺകണ്ടീഷണലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ JZ ഉണ്ട്, അതുപോലെ JC ഉണ്ട്. JZ എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. JC ആണെങ്കിൽ ജമ്പ് ഓൺ ക്യാരി, JNC ആകുമ്പോൾ ജമ്പ് ഓൺ നോ ക്യാരി. ക്യാരി റീസെറ്റ് ചെയ്ത സമയത്ത്, അതായത് ക്യാരി ഫ്ലാഗ് 0 ആവുന്ന സമയത്ത്. അതുപോലെ JP എന്ന് പറയുമ്പോൾ ജമ്പ് ഓൺ പോസിറ്റീവ്, റിസൾട്ട് പോസിറ്റീവ്, സൈൻ ഫ്ലാഗ് അത് ചെക്ക് ചെയ്യുന്നതാണ് JP. സൈൻ ഫ്ലാഗ് 0 ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ജമ്പ് ഓൺ പോസിറ്റീവ്. അതുപോലെ ജമ്പ് ഓൺ മൈനസ്, ജമ്പ് ഓൺ 0, ജമ്പ് ഓൺ നോൺ 0, ജമ്പ് ഓൺ പാരിറ്റി ഈവൺ. അത് പാരിറ്റി ഈവൺ ആണെങ്കിൽ ജമ്പ് ചെയ്യുക, പാരിറ്റി ഓഡ് ആണെങ്കിൽ ജമ്പ് ചെയ്യുക. അതാണ് JPO. അത്രയാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൾ ഇൻസ്ട്രക്ഷൻ. കോൾ 16-bit അഡ്രസ്സ്. ഇത് പ്രോഗ്രാം സീക്വൻസ് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള 16-bit അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? അതായത് നമ്മൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? കോൾ ചെയ്യണം അല്ലേ. വേറൊരു ഫംഗ്ഷനാണ്, വേറൊരു സബ് റൂട്ടീനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിൽ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടറിലെ ആ ഒരു വാല്യൂ, അത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ്റെ ലൊക്കേഷൻ, ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക? സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ടാണ് സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നത്. സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു അഡ്രസ്സ്, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. പ്രോഗ്രാം കൊണ്ടുള്ള വാല്യൂ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. എക്സാമ്പിളായിട്ട് കോൾ 2034H. ഇത് നെക്സ്റ്റ് വരുന്നതാണ് റിട്ടേൺ, RAT. അതായത് സബ് റൂട്ടീൻ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്ത ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ, പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം അല്ലേ. അതായത് മെയിൻ പ്രോഗ്രാമിൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിലേക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് തന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് RAT ആണ്. ഇത് നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷനെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്നും കൂടി പറയും. അതിൽ 2 ഇൻസ്ട്രക്ഷൻസാണ് വരുന്നത്, ഹോൾട്ടും നോ ഓപ്പറേഷൻ, NOPയും. അതിൽ ഹോൾട്ട് എന്ന് പറയുമ്പോൾ ഹോൾട്ട് നൺ, അതാണ് ഫോർമാറ്റ് വരുന്നത്. HLT എന്നാണ് നമ്മൾ കൊടുക്കുക. ഹോൾട്ട് എന്ന് പറഞ്ഞാൽ
പ്രോസസ്സിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഫർദറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ അത് ഹോൾട്ട് ചെയ്ത് വെക്കുക. CPU ഫിനിഷസ് എക്സിക്യൂട്ടിങ് കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹോൾസ് എനി ഫർദർ അത് മറ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് അതിനെന്ത് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. പ്രോസസ്സിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക, അതാണ് ഹോൾട്ട്. അപ്പോൾ അവിടെ പ്രോസസ്സിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ഇൻ്ററപ്റ്റ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഒന്നെങ്കിൽ ഇൻ്ററപ്റ്റ് വേണം, അല്ലെങ്കിൽ മൊത്തമായിട്ട് റീസെറ്റ് ചെയ്യുക, ഹോൾഡ് സ്റ്റേറ്റിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് HLT എന്നാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നൊരു ഇൻസ്ട്രക്ഷനാണ് NOP എന്നാണ്. നോ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്. NOP എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യാത്ത ഒരു കേസ്. അങ്ങനെ ഒരു കേസ് നമ്മൾ പ്രോഗ്രാം പ്രോസസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ NOP എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ മൊത്തം 8085ൻ്റെ ടോട്ടൽ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചു. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് അതിൽ തന്നെ ഒരുപാട് പറഞ്ഞു. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ച്, പ്രോഗ്രാം കൺട്രോൾ ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അത്രയും ഇൻസ്ട്രക്ഷൻസാണ് 8085 വരുന്നത്.